Welcome back to the economics class. ഇന്ന് നമ്മൾ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ഇത് മൂന്ന് കോസ്റ്റുകൾ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. എന്താണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്? നമ്മൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു. അപ്പോൾ ഈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഒരു ആവറേജ് കാണാം, അതായത് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് കണ്ടെത്തുന്നതാണ് ഈ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന്റെ ആവറേജ് കാണാം, അതായത് ഒരു യൂണിറ്റിന് എന്തുമാത്രം ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നുണ്ട്, അതാണ് നമ്മൾ ഈ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റെഫേഴ്സ് ടു ദി പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു യൂണിറ്റിന് എന്തുമാത്രം ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് TFC ബൈ ടോട്ടൽ ഔട്ട്പുട്ട്. അതായത് ഈ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഔട്ട്പുട്ടും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ, നമ്മളിവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു യൂണിറ്റ് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലാൻഡ് മേടിക്കണം, അല്ലെങ്കിൽ ലാൻഡ് നമ്മൾ റെന്റിന് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മെഷീൻസ് മേടിക്കണം, അല്ലെങ്കിൽ അത് റെന്റിന് എടുക്കണം. അപ്പൊ അതിനൊരു ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അത് കോൺസ്റ്റന്റ് ആണ്. അത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അല്ല, നമ്മളൊരു പ്രൊഡക്ഷൻ നടത്താൻ തീരുമാനിച്ചു, നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, നമ്മൾ അതിന്റെ ഒരു ഒരുക്കങ്ങൾ നടത്തുന്ന സമയത്തെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി നമ്മളിവിടെ കാണുന്നത് അതിന്റെ ഒരു യൂണിറ്റിന് എന്തുമാത്രം കോസ്റ്റ് വരുന്നു, അതാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ഒരു യൂണിറ്റിന് എന്തുമാത്രം വരുന്നു, അതാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ്. അതാണ് ഇതിന്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇത് ഓരോ യൂണിറ്റിൽ എങ്ങനെ കാണാം? 12 ഡിവൈഡഡ് ബൈ 0. അതായത് 0 യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 12 ബൈ 0 ആയതുകൊണ്ട് അത് ഇൻഫിനിറ്റ് ആണ്. ഇനി 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 12 ബൈ 1, അതായത് 12 ആണ്. 2 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6 ആയിട്ട് മാറും. 3 യൂണിറ്റ്സ് ആകുമ്പോൾ അത് 4 ആയിട്ട് മാറും. പിന്നെ 4 യൂണിറ്റ്സ് ആകുമ്പോൾ 3 ആയിട്ട് മാറും. 5 യൂണിറ്റ്സ് ആകുമ്പോൾ 12 ബൈ 5 എന്ന് പറയുന്നത് 2.40 ആണ്. കണ്ടോ, 2.40. ഇവിടെ നമുക്ക് കാണാം ഈ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, 12ൽ നിന്ന് 6ലേക്ക് മാറി, 4ലേക്ക് മാറി, 3ലേക്ക് മാറി, 2.40ലേക്ക് മാറി. അതായത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മളോട് ഓർത്ത് വെക്കേണ്ടത്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ ഒരു ഷേപ്പ് ഡയഗ്രമാറ്റിക്കലി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. OY ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. OX ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഔട്ട്പുട്ട് ആണ്, യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ആണ്, ഔട്ട്പുട്ട്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ മാർക്ക് ചെയ്യാം? ഇതിൽ നമുക്ക് മാക്സിമം 12 വരെ വേണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 3 ഗ്യാപ്പിൽ 12 വരെ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്യണം. 3, 6, 9, 12, ഞാൻ 18 വരെ കൊടുക്കുകയാണ്. ഇനി യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് 5 വരെ നമുക്ക് മാർക്ക് ചെയ്യണം. കണ്ടോ, 5 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യാണ് ഇവിടെ 1, 2, 3, 4, 5 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടി മാർക്ക് ചെയ്യുമ്പോൾ 12ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ ഇങ്ങനെ കിട്ടും. ഇങ്ങനൊരു ലൈൻ കിട്ടും. ഇതാണ് AFC. നമ്മൾ ഇത് ഓരോന്ന് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെയാണ് വരിക. നിങ്ങൾ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്, 18 വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിനെ പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ്. ഇതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഈ ഒരു ഷേപ്പിനെ പറയുന്നതാണ്. അത് പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാറുണ്ട്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ AFC കർവ് എന്ന് പറയുന്നത് ഒരിക്കലും X ആക്സിസിനെയോ Y ആക്സിസിനെയോ ടച്ച് ചെയ്യില്ല. എന്തുകൊണ്ടാണത്? കാരണം ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 0 അല്ല, അതുപോലെ തന്നെ അത് നെഗറ്റീവ് വാല്യൂ അല്ല, എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് എന്താണ്, AFC കർവ് എന്ന് പറയുന്നത് ഒരിക്കലും Y ആക്സിസിനെയോ X ആക്സിസിനെയോ ടച്ച് ചെയ്യില്ല. കാരണം AFC എന്ന് പറയുന്നത് TFC ബൈ ഔട്ട്പുട്ട് ആണ്. TFC ഒരിക്കലും 0 നെഗറ്റീവ് ആവാത്തത് കൊണ്ട്, എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് ഇത് ഒരിക്കലും AFC ഒരിക്കലും Y ആക്സിസിനെയോ X ആക്സിസിനെയോ ടച്ച് ചെയ്യില്ല. മനസ്സിലായോ? ഇത്രയാണ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താന്ന് നോക്കാൻ പോവാ. അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ
ആവറേജ് എത്രയാന്ന് കാണുന്നതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ആണ്. അപ്പോ ഈ ഒരു യൂണിറ്റ് അല്ല 0 യൂണിറ്റ് ആയിരിക്കുമ്പോൾ ടി വി സി 0 ആണ് അല്ല, ടി വി സി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്, വേരിയബിൾ ഫാക്ടേഴ്സിന്റെ കോസ്റ്റ്, അതിപ്പോ ലേബറിന്റെ കോസ്റ്റ്, അങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ കോസ്റ്റ്. സോ ഇവിടെ 0 തന്നെയായിരിക്കും. 6/1 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ വി സി അല്ലെ, അത് എത്രയാണ് 6 തന്നെയാണ്. അടുത്തതിന്റെ എ വി സി എത്രയാണ് 10/2 എന്ന് പറയുന്നത് 5 ആണ്. 15/3 എന്ന് പറയുമ്പോൾ അത് എത്രയാണ്, ഇവിടെ നമുക്ക് വീണ്ടും 5 തന്നെ കിട്ടുകയാണ്. ദെൻ അഗെയിൻ നമുക്ക് ഇവിടെ 6 എന്ന് കിട്ടും, ഇവിടെ 7 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഈ എ വി സി എന്ന് പറയുന്നത് ഇനീഷ്യലി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ എ വി സി ഒപ്റ്റിമം പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. ഒപ്റ്റിമം 5ഉം 5ഉം വന്നു. പിന്നെ എ വി സി എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ എ വി സി ഇനീഷ്യലി ഡിക്രീസ് ചെയ്തു, പിന്നീട് ഒപ്റ്റിമത്തിലെത്തി, പിന്നെ എ വി സി ഇൻക്രീസ് ചെയ്യാണ്. ഇതിന്റെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒ വൈ ആക്സിസിൽ നമ്മൾ എ വി സി മാർക്ക് ചെയ്തു, ഒ എക്സ് ആക്സിസിൽ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് മാർക്ക് ചെയ്യണം. നേരത്തെ പോലെ തന്നെ 3, 6, 9, 12 ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ യൂണിറ്റ്സ് 1, 0, 1, 2, 3, 4, 5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. 6 നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് എ വി സി എന്ന് പറയുന്നത്. ഇത് ഒരു യു ഷേപ്ഡ് കർവ് ആണ്, കണ്ടോ, യു ഷേപ്ഡ് ആണ്. ഈ യു ഷേപ്പിൽ നമുക്ക് കാണാം ഇത് ഇനീഷ്യലി എ വി സി ഡിക്രീസ് ചെയ്യാണ്. ഞാൻ ഇവിടെ പറഞ്ഞു എ വി സി ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എ വി സി ഡിക്രീസ് ചെയ്തു. ഇതിന്റെ കാരണം എന്താ, ഇനീഷ്യലി നമ്മൾ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബെറ്റർ യൂട്ടിലൈസേഷൻ ഫാക്ടേഴ്സിൽ നമുക്ക് കിട്ടുകയാണ്. ബെറ്റർ ആയിട്ട് ഫാക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്യാണ്. ഇനീഷ്യലി കോസ്റ്റ് കുറയാണ്, ഫാക്ടേഴ്സ് ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ദെൻ എ വി സി ഒപ്റ്റിമത്തിൽ എത്തുകയാണ്, ഒരു ഒപ്റ്റിമം പോയിന്റിലേക്ക് എത്തുകയാണ്. അത് കഴിയുമ്പോൾ എ വി സി ഇൻക്രീസ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്, ഔട്ട്പുട്ട് കൂടുതൽ യൂസ് ചെയ്യും തോറും പ്രൊഡ്യൂസ് ചെയ്യും തോറും ഈ ഫാക്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കുറയും. അതുകൊണ്ട് എന്താണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ഒരു യു ഷേപ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി അടുത്ത് നമ്മൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് നോക്കാൻ പോകും. അതായത് ആവറേജ് കോസ്റ്റ്, ആവറേജ് ടോട്ടൽ കോസ്റ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂടി കൂടുന്നതാണ് ആവറേജ് കോസ്റ്റ്. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആവറേജ് എന്ത് കിട്ടും, കോസ്റ്റ് എന്ന് കിട്ടും. അതായത് 12 + 6 എന്ന് പറയുന്നതാണ് എന്ത്, 18. 6 + 5 ആണ് 11. നെക്സ്റ്റ് നമുക്ക് 9 എന്ന് കിട്ടും, 9.40 ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇവിടെ നമുക്ക് കാണാം ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഡിക്രീസ് ചെയ്യുന്നു, പിന്നീട് അതെന്തായി ഡിക്രീസ് ചെയ്തു, പിന്നീട് അത് ഒപ്റ്റിമം പോയിന്റിലേക്ക് എത്തി. എ സി എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമം പോയിന്റിലേക്ക് എത്തി, പിന്നെ അത് കഴിയുമ്പോൾ ആവറേജ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ ഷേപ്പും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ആവറേജ് കോസ്റ്റിന്റെ ഷേപ്പ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒ വൈ ആക്സസും ഇവിടെ ഒ എക്സ് ആക്സസും ആണെങ്കിൽ നമ്മൾ നേരത്തെ പോലെ 3, 6, 9, 12 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും. ഇതിവിടെ നമുക്ക് 18 വരെ വേണം, കേട്ടോ, 18 ഉണ്ട് ഇവിടെ, അതുകൊണ്ട് 18 വരെ നമുക്ക് മാർക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ ആവറേജ് കോസ്റ്റ് കർവ് നമുക്ക് കിട്ടുക. ആവറേജ് കോസ്റ്റ് കർവ് ഇതും അപ്പോൾ കണ്ടോ യു ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് ഇനീഷ്യലി ഡിക്രീസ് ചെയ്തു, പിന്നെ ഒപ്റ്റിമത്തിലെത്തി, പിന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് വരയ്ക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. അതായത് ഒ വൈ ആക്സിസും ഒ എക്സ് ആക്സിസിലും നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഒ വൈ ആക്സിസിൽ നമ്മൾ ആവറേജ് കോസ്റ്റും ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും, ഇവിടെ ഒ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇത് മൂന്നും കൂടി നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലാണ്. എന്തുകൊണ്ടാ, ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഇനി ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഷേപ്പ് നമ്മൾ ആദ്യം വരച്ചത് ഓർക്കുന്നില്ലേ, റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, ഓർക്കുന്നില്ലേ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ആവറേജ് കോസ്റ്റിന്റെയും ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെയും ഈ ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് പിന്നീട് കുറഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ
ഇങ്ങനെയാണ് കേട്ടോ പോവാ, ഇങ്ങനെ പോവും ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ആ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നുണ്ട്, പക്ഷെ ഇത് ഒരിക്കലും ആവറേജ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവും ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. ഇത് ഒരിക്കലും ടച്ച് ചെയ്യില്ല. അതിന്റെ കാരണം എന്താ? ഈ AFC എന്ന് പറയുന്നത്, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, അതൊരിക്കലും സീറോ അല്ല അല്ലെ? എപ്പോഴും ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും സീറോ അല്ല. അപ്പൊ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റും സീറോ അല്ല. അത് സീറോ ആവാത്തത് കൊണ്ട് ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ടച്ച് ചെയ്യില്ല. അപ്പൊ ഈ 3 കർവ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക, ഇതിന്റെ ഓരോന്നിന്റെയും ഡിഫറൻസുകൾ മനസ്സിലാക്കുക. ഇത് വളരെ ഈസിയാണ്. അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.